ഹായ് ഗൈസ്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനായിട്ട് ഒരു ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് 194 ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ബൈ പാർട്ട്ണർഷിപ്പ് ഫേം ടു പാർട്ട്നേഴ്സ്. ഈ സെക്ഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ ആണ്. അതായത് ഈ ഫിനാൻഷ്യൽ അത് 2025 മുതലാണ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഒരു LLP എന്നീ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം. ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഈ ഏപ്രിൽ 2025 മുതലാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഇത് പല അക്കൗണ്ടന്മാർക്കും അറിയില്ല. ഇത് അറിയാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ സെക്ഷനിലേക്ക് കടക്കാം. ഈ സെക്ഷൻ എന്താണ് പറയുന്നത്, ഇതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ്, എപ്പോഴൊക്കെയാണ് നമ്മൾ TDS പിടിക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് ഈ സെക്ഷൻ എന്താണെന്ന് പഠിക്കാം. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP അത് അതിൻ്റെ പാർട്ട്നേഴ്സിന്, അതായത് ഓണേഴ്സ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് TDS പിടിക്കണം എന്നാണ് പറയുന്നത്. അതായത് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റെമ്യൂണറേഷന്, ബോണസ്, കമ്മീഷൻ, ഇങ്ങനെ ഏതെങ്കിലും അതിൻ്റെ പാർട്ട്നേഴ്സ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മൊത്തത്തിൽ എത്ര എമൗണ്ട് ആണോ പേ ചെയ്യുന്നത് അതിൻ്റെ TDS പിടിക്കണം. അതിൻ്റെ TDS പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതൊരു എക്സ്പെൻസ് ആക്കി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ട്നേഴ്സിന് എല്ലാ പാർട്ട്നേഴ്സിനും കൂടിയിട്ട് ഒരു ഇയറിൽ 10,000 കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ TDS പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20,000 അതാണ്. അതായത് 3 പാർട്ട്നേഴ്സിനും കൂടിയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, 20,000 എബവ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് റെമ്യൂണറേഷൻ ആയിട്ട് ഒരു 1 lakh പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ 1 lakhന് നമ്മൾ TDS പിടിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അതിനെ എക്സ്പെൻസ് ആക്കി കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സാലറി, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ TDS പിടിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ TDS പിടിക്കേണ്ടത്, ഏതാണ് നമ്മൾ ആ TDS പിടിക്കേണ്ട സമയം എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഫേമിൽ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ജേണൽ പാസ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോണസ് ആയിട്ട് നമ്മൾ എന്താക്കുന്നത് അവർക്ക് നേരിട്ട് പേയ്മെന്റ് ചെയ്യാണ് ബോണസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിച്ച് എവർ ഈസ് ഏർലിയർ, അതായത് അവിടെ ലഭിച്ച് പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഏതാണോ സംഭവിക്കുന്നത് ഇയർലിയർ ആയിട്ട് നേരത്തെ സംഭവിക്കുന്നത് ആ സമയമാണ് TDS പിടിക്കേണ്ടിയിരിക്കുന്ന സമയം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി അടുത്തത് ഇതിന്റെ റേറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആണ്. 10% ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 20,000 മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ 10% നമ്മൾ TDS പിടിച്ചിട്ട് അവരുടെ പേരിൽ അടച്ചിരിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 10 lakh ബാലൻസ് ഉണ്ട്. അപ്പം എന്താക്കുന്നുണ്ട്, അവർ ആ എമൗണ്ടിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യണം. അതായത് 1 ലക്ഷം വിഡ്രോ ചെയ്തു, 2 ലക്ഷം വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ 10 lakhും വിഡ്രോ ചെയ്തു. അപ്പം നമ്മൾ എന്താക്കണ്ട, അതിന് TDS പിടിക്കേണ്ട ആവശ്യമില്ല. ഈ റെമ്യൂണറേഷനോ സാലറിയോ ബോണസോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമുക്ക് അവർ പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണ് TDS പിടിക്കുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണ്ട, TDS പിടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടല്ലോ, ഒരു 10 ലക്ഷം പ്രോഫിറ്റ് വന്നു, അപ്പോൾ അത് 5 പാർട്ട്നേഴ്സിന് 2 lakh വെച്ച് വീതിച്ചു കൊടുത്തു, അതിനും നമുക്ക് TDS പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പറയുന്നത് സാലറി, റെമ്യൂണറേഷൻ, ബോണസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നായിട്ട് അതുപോലെ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെങ്കിലാണ് TDS ആപ്ലിക്കബിൾ ആവുന്നതും നമുക്ക് പിടിക്കേണ്ടതും. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ TDS പിടിക്കാതെ നമ്മൾ മാർച്ച് കഴിഞ്ഞു, ഫയലിംഗ് ചെയ്യേണ്ട ഏപ്രിൽ മാസവും കഴിഞ്ഞു, നെക്സ്റ്റ് മന്ത് ഏപ്രിലും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്പെൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽസ് ഉണ്ടാക്കി, പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കി, അപ്പോൾ നമുക്കൊരു 10,000 അവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 10 lakh, 10,000 അല്ല 10 lakh നമുക്ക് അവിടെ പ്രോഫിറ്റ് വന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 30% അതിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ 10 lakhന്റെ
30%, 3 ലക്ഷം നമ്മൾ എന്താക്കണം, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വലിയൊരു ഉപകാരം ചെയ്യുന്ന, നമ്മൾ ടാക്സ് ലീഗലി നിയമപരമായിട്ട് തന്നെ ടാക്സ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് 4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 4 പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു 5 ലക്ഷം വരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. അല്ലെ അതിന്റെ 12%, പാർട്ട്നേഴ്സിന്റെ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതിന്റെ 12%, അത് കൂട്ടി നോക്കി നമുക്ക് 5 ലക്ഷം കിട്ടുന്നുണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്കവിടെ 5 ലക്ഷം കുറയ്ക്കാൻ പറ്റും. പിന്നെ 10 ലക്ഷം പ്രോഫിറ്റ് കൊടുത്ത് 5 ലക്ഷം കുറച്ച് പിന്നെ 5 ലക്ഷമേ ഉള്ളൂ. പിന്നെ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും. അത് ഒരു 5 ലക്ഷം റെമ്യൂണറേഷൻ വന്ന് വിചാരിച്ചോളി. അപ്പൊ 5 ലക്ഷം റെമ്യൂണറേഷൻ വന്നിട്ട് 10 ലക്ഷം പ്രോഫിറ്റ് അവിടെ പോയി കിട്ടി. അപ്പൊ നമ്മൾ 0 ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അല്ലെങ്കിൽ 3 ലക്ഷം റെമ്യൂണറേഷൻ കൊടുക്കും, എല്ലാം കൂടി റെമ്യൂണറേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ലക്ഷമേ പ്രോഫിറ്റ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 ലക്ഷത്തിന്റെ 30% അടച്ചാൽ മതി, വെറും 60,000 രൂപ അടച്ചാൽ മതി. ഈ 10 ലക്ഷത്തിന് നമ്മൾ 3 ലക്ഷം അടയ്ക്കേണ്ടി കൊടുത്ത് വെറും ചില്ലറ എമൗണ്ടുകൾ 60,000 രൂപ നമ്മൾ അടയ്ക്കുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ടി ഡി എസ് പിടിച്ചിട്ടില്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. പണ്ടാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ മുന്നാണെങ്കിൽ നമുക്ക് റെമ്യൂണറേഷൻ പിടിക്കാതെ തന്നെ ഏകദേശം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെമ്യൂണറേഷനൊക്കെ അവസാനം നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. കണ്ടെത്തിയിട്ട് നമുക്കത് എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ എപ്പോഴും ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം മുതൽ ഈ മാർച്ചിൽ തന്നെ നമ്മൾ ഏകദേശം പ്രോഫിറ്റ് ലോസ് കണ്ടെത്തി ഡിപ്രിസിയേഷൻ ഒക്കെ കൊടുത്ത് ഏകദേശം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഓൾറെഡി കണ്ടെത്താൻ പറ്റും. അതിന് മേലെ ടി ഡി എസ് പിടിച്ചടയ്ക്കുക. പിന്നെ റെമ്യൂണറേഷൻ ഏകദേശം നമ്മൾ കണ്ടെത്തി ആ റെമ്യൂണറേഷന് ടി ഡി എസും പിടിച്ചടച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇൻകം ടാക്സിൽ ഈ സാലറി അങ്ങനെയുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എല്ലാ പേയ്മെന്റും നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് വീണ്ടും ഇൻകമായി മാറിയിട്ട് നമ്മൾ അതിനടക്കം നമ്മൾ എന്താക്കേണ്ടി വരും, ഇൻകം ടാക്സ് പിടിച്ചടക്കേണ്ടി വരും. അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായി മാറും. ഇതാണ് ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നത്. എല്ലാ അക്കൗണ്ടന്മാരും ശ്രദ്ധിക്കുക. നമുക്ക് പരിചയം നമ്മളെ അല്ലെങ്കിൽ മറ്റൊരു വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്മാർ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. എന്തായാലും ശരി.